ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രസമാണ്. സദ്യയുടെ കൂടെയൊക്കെ കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണിത്. നമ്മൾ പാക്കറ്റ് പൊടി ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് രസം തയ്യാറാക്കാനായിട്ട് ആരംഭിക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തി തരാം. ഒരു വലിയ തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. മല്ലി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് നടു മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് ചുവന്നുള്ളിയാണ്. ഒരു 6-7 ചുവന്നുള്ളി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, അതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ചുവന്നുള്ളിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ്. ഓവർ പേസ്റ്റ് ആവൊന്നും വേണ്ടത്, അതുപോലെ ആയി കിട്ടിയാൽ മതി. പിന്നെ പുളിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മല്ലി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ രസം തയ്യാറാക്കാനായിട്ട് ആരംഭിക്കാം. ഇപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചുവന്ന മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്ന മുളകും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം മല്ലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളത് 3/4 സ്പൂണ്, ഉലുവാപ്പൊടി 1/4 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഓവർ വേണ്ടാത്തവർ ആ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുളിവെള്ളം കൂടെ ചേർത്തിട്ട് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 സ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ല എന്നാണെങ്കിൽ ഒരു ചെറിയ പീസ് കായം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് തുള്ളിയിട്ട് വരുമ്പോൾ തക്കാളിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് നമ്മൾ രസത്തിലേക്ക് തക്കാളി ചേർക്കുമ്പോൾ. ഇനി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓവറായിട്ട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള ബെല്ലൈക്കണും അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പം ഞാൻ വീണ്ടും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നതാണ്. വീണ്ടും വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.